വി എസിൻ്റെ വിമോചന സങ്കല്പത്തിൽ പാർട്ടിക്ക് അപ്പുറത്തുള്ള മറ്റൊരു സംവിധാനത്തിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചതായി അദ്ദേഹമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധവും അതുപോലെ തന്നെ രാഷ്ട്രീയ ബന്ധവും ഒക്കെ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഴിയാണ് തൊഴിലാളി വർഗ വിപ്ലവങ്ങൾ നടക്കുക. അങ്ങനെ വിപ്ലവം നടന്ന് ലോകത്തിലെ സാധാരണ മനുഷ്യന് വിമോചനം ഉണ്ടാവും എന്നൊക്കെ സങ്കല്പിക്കുന്ന ഒരു ലെനിനിസ്റ്റ് പാർട്ടി സംവിധാനത്തെ ആ നിലയിൽ തന്നെ അംഗീകരിച്ചു പോകുന്നൊരു നിലയാണ് വി എസിന് ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ എനിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ശേഷമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നമ്മൾ പരിശോധിച്ചാൽ അതിനുശേഷം വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യം നമുക്ക് പരിശോധിച്ചാൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നതിൽ നിന്ന് അത് വലിയ തോതിൽ അകന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങേയറ്റത്തെ അതോറിറ്റേറിയൻ നിലപാടുകളിലേക്ക്, കേന്ദ്രീകൃതമായ ജനാധിപത്യത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളിലേക്ക്, മനുഷ്യർക്കെതിരായിട്ടുള്ള സാധാരണ മനുഷ്യർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളിലേക്കൊക്കെ ലോകത്തിലെല്ലായിടത്തും ഈ പാർട്ടി പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻബോൺ അതിൻ്റെ ജന്മത്തിൽ തന്നെ ഈ തരത്തിലുള്ള പോരായ്മകൾ ആ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ട് ആ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്. അത് തൊഴിലാളി വർഗത്തിൻ്റെ വിമോചനവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് യാതൊരു സംശയമൊന്നുമില്ല. ചരിത്ര വികാസത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ധാരണ ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല. മുതലാളിത്തത്തെ മനസ്സിലാക്കുന്നതിന് മാർക്സിസം പോലെ പര്യാപ്തമായ മറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു പാർട്ടി സംവിധാനം, സംഘടനാ സംവിധാനം സ്വാഭാവികമായും അധികാര കേന്ദ്രീകരണത്തിലേക്കും അതുവഴി അഴിമതിയിലേക്കും മറ്റ് വൃത്തികേടിലേക്കും ഒക്കെ കടന്നു പോകുന്ന എന്നത് സ്വാഭാവികമാണ് എന്ന് തിരിച്ചറിയേണ്ട ഒരു നിലയിലേക്ക് ഒരുപക്ഷെ ലോകത്തൊരിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറിയിട്ടില്ല. കേരളത്തിലായാലും ഇന്ത്യയിലും അത് സംഭവിച്ചിട്ടില്ല. അത് ആ ഒരു പരിമിതിക്കുള്ളിൽ നിൽക്കുന്നു എന്നതാണ് വി എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്തു വന്ന് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു ചോദിച്ചാൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഈ പ്രശ്നത്തെ വളരെ ഗൗരവമായ ചർച്ച ചെയ്യേണ്ട, ലോകത്തിലാകെ ചർച്ച ചെയ്യേണ്ട, ഉദാഹരണത്തിന് നമ്മളാരെങ്കിലും ചർച്ച ചെയ്തതിനപ്പുറത്തോട്ട് വി എസ് ഇതുപോലുള്ള പ്രശ്നങ്ങളെ ഗൗരവമായി എടുത്ത് ചർച്ച ചെയ്തിരുന്നെങ്കിൽ വലിയ മാറ്റത്തിലേക്ക് പോകാൻ പറ്റുമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് പെട്ടെന്ന് മാറ്റം ഉണ്ടാവും എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ അതൊരു ഒരു കാര്യമുണ്ട്. ഇനി അപ്പുറത്തോട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, വി എസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, വി എസ് നമ്മളിപ്പോൾ സാധാരണ കേരളത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ആധുനിക കേരളത്തെ നിർമ്മിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് വി എം എസ് ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇ എം എസിൻ്റെ പങ്കൊന്നും നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷേ വി എസിൻ്റെ പങ്കിനെ നമ്മൾ വേണ്ടത്ര ഗൗരവത്തിൽ കണ്ടിട്ടുണ്ടോ എന്നെനിക്ക് കാര്യമായി സംശയമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കേരളത്തിലെ ഒരുപാട് സംഭവങ്ങൾ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് വെട്ടിനിരത്തൽ സമരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വി എസിനെ ആക്ഷേപിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തിലെ കേരളത്തിൻ്റെ മനോഭാവം എന്താ? ആ കാലത്തെ കേരളത്തിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് നെൽവയലുകൾ നികത്തുക എന്ന് പറയുന്നത് ഒരു തെറ്റല്ല, അതിലൊരു പോരായ്മയുമില്ല. നെൽവയൽ നികത്തിയിട്ട് അത് ഇങ്ങനെ മറ്റു തരത്തിലുള്ള നാണ്യവിളകളുടെയും മറ്റു കാര്യങ്ങളുടെയും ഒക്കെ ആക്കി ലാഭം ഉണ്ടാക്കുകയാണ് വേണ്ടതെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ധരിക്കുന്ന ഒരു കാലത്താണ് താൻ ഏതൊരു വർഗത്തിൻ്റെ കൂടെയാണ് നിന്നത്, ആ തൊഴിലാളി വർഗത്തെ, കർഷക തൊഴിലാളി വിഭാഗത്തെ ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് നെൽവയൽ ഈ പറയുന്ന കുട്ടനാട്ടിലെ വയലുകളിൽ കൂട്ടിയിട്ടുള്ള കൂനകളെല്ലാം കൊത്തി മാറ്റിയിട്ട് അവിടെ തൈ വെക്കാൻ സമ്മതിക്കില്ല, തെങ്ങ് വെക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ സമരം നടത്തുന്നത്. അന്ന് നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വിളിപ്പേരുണ്ട്. ഞാനതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അപ്പം അതുപോലുള്ള കുറേ സംഭവങ്ങൾ അവിടുന്ന് നിങ്ങൾ ഇങ്ങോട്ട് എടുത്താൽ എത്രയെങ്കിലും കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ തുടർന്ന് നമ്മൾ കൂട്ടി ഇന്നത്തെ വരെ കേരളം വരെ നമ്മൾ കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ഇടപെടലുകൾ കേരളീയ സമൂഹത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ള നേതാവ് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ. കാര്യത്തിൽ സംശയമില്ല.